നമ്മുടെയൊക്കെ കാലം കഴിഞ്ഞു പോയാലും എവിടെയെങ്കിലും ആവശ്യമുണ്ട് എന്ന് തോന്നുന്നവർക്ക് ഒരുപക്ഷെ ഈ അറിവുകളെ ബലപ്പെടുത്തി മുമ്പോട്ട് പോവാം. എല്ലാവർക്കും നമസ്തേ. പുനർജനി ആയുർവേദ കോളേജിന്റെ പുതിയ ഒരു ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. ഇതുവരെ പോയതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ടോപ്പിക്കുമായിട്ടാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഞാൻ വന്നിരിക്കുന്നത്. ഇതുവരെ നമ്മൾ എന്താണ് ആയുർവേദം, ആയുർവേദത്തിന്റെ ഗുണങ്ങൾ എന്തൊക്കെ, ഏതൊക്കെ രീതിയിലുള്ള ട്രീറ്റ്മെന്റ്സ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ ഇന്ന് നമുക്ക് ആയുർവേദത്തിൽ ഏറ്റവും ഗുണകരമായിട്ടുള്ള മറ്റൊരു ടോപ്പിക്കാണ്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. പാരമ്പര്യം എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിട്ടുള്ള പല അറിവുകളും ആധുനിക തലമുറയ്ക്ക്, അതായത് ഇന്നത്തെ തലമുറയ്ക്ക് വ്യക്തമായ ധാരണകൾ ഇല്ല എന്ന് തന്നെ വേണം നമുക്ക് കണക്കാക്കപ്പെടാൻ. എന്നാൽ വളരെ ചെറുത് എന്ന് തോന്നുന്നതും ഇതിന് വലിയ പ്രാധാന്യമില്ല എന്ന് കരുതുന്നതുമായിട്ടുള്ള പല അറിവുകളും നമ്മൾക്ക് കിട്ടുന്ന ഗുണങ്ങൾ വളരെ വിശേഷപ്പെട്ടതാണ്. ഒരു പക്ഷേ വിലമതിക്കാനാവാത്തതാണ് എന്ന് തന്നെ നമുക്ക് പറയാം. എന്നാൽ ഇന്നത്തെ ഈ ഒരു അറിവ് എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. പാചകം ഇഷ്ടപ്പെടാത്ത ആരുമില്ല. നമുക്ക് ആയുർവേദ പൊടിക്കൈകൾ കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ചമ്മന്തി എങ്ങനെയാണെന്ന് നോക്കാം. ആയുർവേദത്തിലെ, അതായത് പ്രകൃതിയിലെ വളരെ മനോഹരമായിട്ടുള്ള, വളരെയധികം ഗുണങ്ങൾ തരുന്ന, എന്നാൽ നമുക്കൊക്കെ അറിയുന്നതുമായിട്ടുള്ള ചില മെഡിസിൻ ഉപയോഗിച്ചിട്ട്, ചില ഇലകൾ, ചെടികൾ ഉപയോഗിച്ചിട്ട് നമുക്കൊരു അടിപൊളി ചമ്മന്തി തയ്യാറാക്കാം. നമ്മുടെ വയറിലുണ്ടാകുന്ന ഡിസ്റ്റർബൻസ്, ഗ്യാസ് ട്രബിൾ, അതേപോലെ തന്നെ ദഹനക്കുറവ് എന്നിവയ്ക്കൊക്കെ നമുക്ക് ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ഒരു ചമ്മന്തിയാണിത്. ഒരു ചമ്മന്തി പൊടിയാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അതിൻ്റെ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് അറിയുന്ന ഇതേപോലെ ആയിട്ടുള്ള അറിവുകൾ, ചമ്മന്തി ആയിക്കോട്ടെ, ആയുർവേദത്തെക്കുറിച്ചുള്ള അറിവുകളായിക്കോട്ടെ, ഇപ്പോൾ പലതും ഉപയോഗിക്കുന്നില്ല എന്ന് തോന്നിയിട്ടുള്ള നമ്മൾക്കൊക്കെ പാരമ്പര്യമായിട്ട് കിട്ടിയിട്ടുള്ള അറിവുകളായിക്കോട്ടെ, പുതിയ തലമുറയ്ക്ക് ഒരു മുതൽക്കൂട്ടായിട്ട് നമ്മുടെയൊക്കെ കാലം കഴിഞ്ഞു പോയാലും എവിടെയെങ്കിലും ആവശ്യമുണ്ട് എന്ന് തോന്നുന്നവർക്ക് ഒരുപക്ഷെ നോക്കിയാൽ വളരെ ഉപകാരപ്രദമായിട്ട് തന്നെ കിട്ടത്തക്ക രീതിയിൽ നമുക്ക് ഈ അറിവുകളെ ബലപ്പെടുത്തി മുമ്പോട്ട് പോകും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് ആയുർവേദ ചമ്മന്തി റെഡിയാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ സാധനങ്ങളാണ് ആവശ്യമെന്ന് നോക്കാം. എല്ലാ ചമ്മന്തിയും പോലെ തന്നെ ആയുർവേദ ചമ്മന്തിക്കും തേങ്ങ ആവശ്യമാണ്. പിന്നെ വരുന്നത് ചെറുപയർ പരിപ്പ്, ഉഴുന്ന്, കറിവേപ്പില, വറ്റൽമുളക്, കുരുമുളക്, പുളി, പുളിയാറില, വെളുത്തുള്ളി, മുരിങ്ങയില, ഇഞ്ചി. പുളിയാറില എന്തിനാണെന്ന് എല്ലാവർക്കും അറിയാം. കുടൽ സംബന്ധമായ കുടൽപുണ്ണ് പോലെയുള്ള പ്രശ്നങ്ങൾക്കും അസിഡിറ്റി പ്രോബ്ലത്തിനും ഏറ്റവും നല്ല ഒരു മരുന്ന് തന്നെയാണ് പുളിയാറില. നമുക്ക് ആദ്യമായിട്ട് സ്റ്റൗ കത്തിച്ചിട്ട് ഒരു പാൻ വെച്ച് അതിലേക്ക് ആദ്യത്തെ ഇൻഗ്രീഡിയൻ്റ് ആയ തേങ്ങ തന്നെ ചേർത്ത് കൊടുക്കാം. നമുക്ക് ആവശ്യമുള്ളത്ര അളവിൽ തേങ്ങ എടുക്കാം. 1 മുറിയോ 2 മുറിയോ എത്രയാണോ ചമ്മന്തിപ്പൊടി ആവശ്യം അതിനാവശ്യമായിട്ടുള്ള തേങ്ങ എടുത്തിട്ട് ചെറിയ തീയിൽ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ട് വരുന്ന വറ്റൽമുളക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഡ്രൈ ആയി വരണമെങ്കിൽ കുറച്ച് സമയം ആവശ്യമാണ്. ഇനി അതിലേക്ക് മല്ലി ചേർത്ത് കൊടുക്കാം. മല്ലി എന്തിനാണെന്ന് എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്, എങ്കിലും ഒന്നുകൂടി പറയാം. നെഞ്ചിരിച്ചിൽ പോലെയുള്ള പ്രശ്നങ്ങൾക്ക് ഏറ്റവും ഉത്തമമാണ്. അതിലേക്ക് നമുക്ക് വീണ്ടും കുറച്ച് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും അസിഡിറ്റി പ്രശ്നങ്ങൾക്ക്, ദഹന പ്രശ്നങ്ങൾക്ക് ഒക്കെ വളരെ ഉത്തമം തന്നെയാണ്. അടുത്തത് വരുന്നത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി നമ്മളൊക്കെ ടേസ്റ്റ് കൂടാൻ വേണ്ടി മാത്രമല്ല വെളുത്തുള്ളി, പല ഗുണങ്ങളും വെളുത്തുള്ളിക്കുണ്ട്. ഇനി നമുക്കതിലേക്ക് പുളിയാറിലയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യമേ തന്നെ സൂചിപ്പിച്ചതാണ്. ഇനി വരുന്നത് മുരിങ്ങയിലയാണ്. മുരിങ്ങയില നമുക്ക് മുടി ഉണ്ടാവാൻ, കണ്ണിൻ്റെ കാഴ്ചക്കുറവിന് ഒക്കെ വളരെ നല്ലതാണ്. കുട്ടികൾക്കൊക്കെ മുരിങ്ങയില തോരൻ വെച്ച് കൊടുത്താലും പുളിയാറില കൊടുത്താലും ഒക്കെ അവർക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു ചമ്മന്തിപ്പൊടി ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ എല്ലാവർക്കും വളരെ ഇഷ്ടത്തോടു കൂടി തന്നെ കഴിക്കാൻ സാധിക്കുന്ന ഒന്നാണ്. ഇതിലേക്ക് നമ്മൾ കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വരുന്നത് പരിപ്പ്, അത് ചെറുപയർ പരിപ്പ്, ഉഴുന്ന്, പുളി, കുരുമുളക്, ഇതെല്ലാം കൂടി നമുക്ക് ഒരുമിച്ച് തന്നെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ലൈറ്റായിട്ട് വീണ്ടും ഇളക്കി കൊടുക്കുക. തേങ്ങ ഏകദേശം ബ്രൗൺ കളറിലായി, നല്ല ബ്രൗൺ കളർ ചമ്മന്തി പരുവത്തിനായിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി കുറച്ച് കല്ലുപ്പും ചേർത്തിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ആയുർവേദ ചമ്മന്തിപ്പൊടി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു വീഡിയോ, ഈ ഒരു ചമ്മന്തി കൂട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണല്ലോ. അതുകൊണ്ട് ഒരു അരമണിക്കൂർ ഇതിനു വേണ്ടിയിട്ട് എല്ലാവരും മാറ്റി വെക്കുക. ഇത് ഉപയോഗിച്ചതിന് ശേഷം എങ്ങനെയുണ്ട്